ഞാൻ ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ഗുരുവായൂർക്ക് പോവാ. എന്തോ എനിക്ക് ഗുരുവായൂർ പോണമെന്നുണ്ടായിരുന്നു. അവിടുത്തെ കോൾഡ് കോഫി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവളെ കാണണമെന്നുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഇവളോട് ഗുരുവായൂർക്ക് വരാൻ പറയാം, അവിടേക്ക് ഞാൻ എത്തുന്ന പോലെ ആക്കാന്ന്. ഈ ഒരു വീഡിയോ ഇസ് ഗോണ ബി ഫുൾ ഓഫ് പൊട്ടത്തരങ്ങൾ. ഒരു തലയും വാലും ഇല്ലാത്ത പോലെയൊക്കെ ഉണ്ടാവും. ബട്ട് എനിക്കിതിവിടെ വേണം, എന്റെ ഒരു മെമ്മറിക്ക് വേണ്ടി. ടിഷ്യോ ആണോ? ഞാൻ ഉണ്ടല്ലോ വരുമ്പോഴേ ഞാൻ 2 പഴം എടുത്ത് വെച്ചതാണ് ബാഗില്. പഴം ചെയ്യും മാസ്കില് ഇല്ല. അവിടെ വരെ കേൾക്കും. അറിയില്ല. ഇവിടെ മൊത്തം നല്ല സൗണ്ടാണ്, അതുകൊണ്ട് നമ്മൾ പറയണ കേൾക്കുന്ന അറിയില്ല. നമ്മളിപ്പൊ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഞാൻ നടക്കുക. ഈ പറയുന്നൊന്നും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് മറ്റേ ഇത് കൊടുക്കാം, വോയിസ് ഓവർ കൊടുക്കാം. അയ്യോ, ഇവള് പോയത്തേക്ക് എന്താ പറയാ, ഒരു ഓട്ടോ ഇവള് തല വരെ എന്താ പറയാ ചളി തെറിച്ച്. ഓട്ടോ അല്ലല്ലോ, കാറല്ലേ, എനിക്കറിയില്ല എന്തോ ഒരു വണ്ടി. ഞാൻ വിചാരിച്ചു ഇവിടെ മേത്തൊക്കെ ആവാത്, പക്ഷെ ഗൈസ് അതെന്റെ നേരെ ഗൈസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഇവിടെ ചിരിക്കും, എനിക്കുള്ള ഓടെ മുക്കാറുള്ളൂ. ഇത് വരുന്നുണ്ട് ഇപ്പൊ. ചിരിച്ച് വയറുവേദന. ഞാൻ കുളിച്ചിട്ട് വന്നത്. ഒന്നും കൂടി കുളിക്കാം. ോ തിരിച്ച് വയറുവേദന ചെയ്യണ്ടോ? നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വലിയ കഥയാണ്. വി വർ മെന്റ് ടു ബി ടുഗെദർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പാണ് നമ്മുടേത്. സോ ബാക്ക് ഇൻ 2020 ജാനുവരി 19 തോന്നുന്നു, ഞാൻ നിഫ്റ്റിന്റെ എൻട്രൻസ് എല്ലാം എഴുതി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആദ്യനെയും അവളുടെ ഫ്രണ്ട് മേഘനെയും കണ്ട്. അന്ന് ഞാൻ 12th അവര് റിപ്പീറ്റ് ചെയ്യായിരുന്നു. എൻ്റെ കൂടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിഫ്റ്റിലെല്ലാം കയറി സെക്കൻഡ് ഇയർ ഏറ്റവും ആയപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പുതിയ ആള്. അന്ന് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് അവളാണോ എന്ന്. അവള് 1 ഇയർ നിഫ്റ്റ് കാങ്ക്രയിൽ പഠിച്ചിട്ട് പിന്നെ കണ്ണൂരിലോട്ട് വന്നതായിരുന്നു. ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ എങ്ങനാ മുഖം റെക്കഗ്നൈസ് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. അന്ന് കൂടി ആൻഡ് പിന്നെ 2 ആൾക്കാരെ ഗ്രൂപ്പ് അസൈൻമെന്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യും. പിന്നെ കോളേജ് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ നമ്മളെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എല്ലാം മനസ്സിലായേ. വെൽക്കം ടു അവർ റൂം ടൂർ. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു TV ഉണ്ട്. ഇതിനകത്ത് ഏതൊക്കെ ചാനൽ കിട്ടുമെന്ന് നമുക്കറിയില്ല. ആൻഡ് പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്, ടീ ഉണ്ട്, കോഫി ഉണ്ട്, പഞ്ചസാര ഉണ്ട്, പാൽപ്പൊടി ഉണ്ട്, കെറ്റിലുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. നമുക്ക് സാരി എല്ലാം ഇവിടെ കൊണ്ട് അയൺ ചെയ്യിപ്പിച്ചിട്ട്, അയൺ ബോക്സ് ഇല്ലാന്ന് തോന്നുന്നു, ചോദിക്കാം. അയൺ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ തൂക്കിയിടാം. അയൺ ബോക്സ് ആക്ച്വലി എമ്യൂണിറ്റീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്, വലിയ മിറർ. പിന്നെ നമുക്ക് AC ഉണ്ട്. ആൻഡ് ദിസ് ഇസ് എ ബെഡ്, ക്യൂട്ട് ലിറ്റിൽ ബെഡ്. അവിടെ ഒരു ഫോൺ ഉണ്ട്. ഇനി നമുക്ക് വാഷ്റൂം നോക്കാം. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ എന്തൊക്കെയാ ഉള്ളത്, എന്തെങ്കിലും ഉണ്ട്. ഇതാണ് നമ്മുടെ മിറർ. ഷവർ ഉണ്ട്. ഇത്രേ ഉള്ളൂ. കുട്ടി റൂം ടൂർ ഇവിടെ തീർന്നിരിക്കുകയാണ്. എന്താ ബാൽക്കണി? അയ്യോ, എടുത്തോ. സോറി, ഇവിടെ ഒരു ബാൽക്കണി കൂടി ഉണ്ട്. ഒരു ബാൽക്കണി കൂടി ഉണ്ട്. നമുക്ക് ഒന്ന് വ്യൂ കാണിച്ചെടുക്കോ. ഇതാണ് നമ്മളെ അടിപൊളി വ്യൂ ഉള്ള റൂം. ഇപ്പം നമ്മൾ റൂം കയറി ഫ്രഷ് ആയി ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്?
ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ഇപ്പൊ സമയം 5 മണി ഏറ്റവും ആയില്ലേ, നമ്മൾ എന്ത് ഡിലേ ആണ്. 5:45 ഓ മൈ ഗോഡ്. നമുക്ക് ഇനി ക്ഷേത്രത്തിന്റെ നാളെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. ഞാൻ ഇവക്ക് കൊണ്ടുവന്ന് ഔട്ട്ഫിറ്റ് ഇവക്ക് ഇഷ്ടായിട്ടില്ലല്ലോ. ഫിറ്റിംഗ് ശരിയില്ല. ഇവളെന്നെക്കാട് നല്ല മെലിഞ്ഞിട്ട്. അതാരെ ജ്യോതി മിസ്സോ? ജ്യോതി മാം എടാ അല്ല എത്ര തടിയില്ല. നമുക്കൊരു കൺഫ്യൂഷൻ പറ്റിയത്. നമ്മൾ വിചാരിച്ചു നമ്മളെ മാമിന്റെ മാതിരി തന്നെ ഉണ്ട്. ആ ഒരു ഡ്രസ്സിംഗ് ഒക്കെ മാമിന്റെ മാതിരി ഡ്രസ്സിംഗ് അല്ലേ? ആ ഹെയർ കട്ടും എല്ലാം ഓക്കെ. നമ്മളിപ്പോ എന്താ പറഞ്ഞ ഓക്കെ, ഇനി നമ്മൾ ക്ഷേത്രത്തിൽ പോണം. ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ടൈമിംഗ് ഒക്കെ ചോദിക്കണം. ആൻഡ് ദെൻ അതിന്റെ മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട് അല്ലേ? നല്ല വിശപ്പുണ്ട്. ഇവർക്ക് മന്തി വേണമെന്ന് പറഞ്ഞിട്ട്. അതിന് നമ്മളിപ്പോ ഇവിടെ എപ്പോഴെത്തിയേ? കൈ തരാമെന്ന് ഭക്തജനങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് പോവാന്നൊക്കെ വിചാരിച്ച്, ബട്ട് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലെന്ന്. ലാസ്റ്റ് ബസ്സൊക്കെ പിടിച്ച് നമ്മൾ ഒരു മന്തി സ്പോട്ടിലോട്ട് പോയി. ചിരിക്കൊന്ന് വിശന്നിട്ടയ്യ. ഷുഗറില്ല. വെള്ളം കൂടി പോയി. ഒന്ന് സൈഡ് ചെയ്താ മന്തി ബേബി. എന്റെ പാവം ഈ എന്നെ കണ്ടങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ജീൻസ് ഇട്ടിട്ട് അകത്തേ കയറ്റില്ല. ആന 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 ആന. എന്താ 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 ഗസ്റ്റ് ചെയ്യ എന്തെങ്കിലും? മുട്ടായി വേറെ അല്ല എന്തായിരുന്നു നേരത്തെ? എന്താ പറഞ്ഞ? കീച്ചേൻ. വേറെ മുട്ടായി. ഓക്കെ, എന്ത് മുട്ടായി? മുട്ടായി ഓക്കെ. സ്നിക്കേഴ്സ് അല്ല. വേറെന്താ? ബൗണ്ടി. ഓക്കെ, 2 ഗസ്സേ ഉള്ളൂ. അല്ല, എനിക്ക് ക്ലൂ വേണം. ക്ലൂ ഇല്ല, 2 ഗസ്സേ ഉള്ളൂ. ഗാലക്സി. 1 ഗസ് തീർന്നേ. എനിക്ക് ക്ലൂ വേണം. ഇത് പറ്റില്ല. എനിക്ക് ക്ലൂ വേണം. ഒരു ലാസ്റ്റ് ഗസ്. ക്ലൂ താ. എന്താ ഫ്ലേവർ? അങ്ങനെ ചോക്ലേറ്റ് ഫ്ലേവർ അല്ല. ഗൾഫ് മുട്ടായി അല്ലേ? ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്. ഇപ്പൊ എല്ലാം മുട്ടായി. M&M. എനിക്കറിയില്ല. കൈന്റെ ബാക്കിൽ വെച്ചത് ഞാൻ വിളിച്ചു എന്ന് ചെറുതേടി. ഇത് ഗൾഫ് നിന്ന് മേടിച്ചാ?
മുടിയാണല്ലോ. ഷോപ്പിംഗ് ബാഗാ? എങ്ങനെയുണ്ട് എന്നിട്ട് അവിടെ? അയ്യോ ഒന്നും കാണില്ല. അമ്മന്റെ എസ്തറ്റിക്സ് ഒക്കെ അത്രേ ഉള്ളൂ അല്ലമ്മ. നമ്മള് രാത്രി ഫുഡെല്ലാം കഴിച്ചു വന്ന് ആദ്യന്റെ അമ്മേനെ വീഡിയോ കോളൊക്കെ ചെയ്ത് എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ 4 മണിക്കെല്ലാം എണീറ്റ് സാരി ഉടുക്കാനൊക്കെ ആയിരുന്നു പ്ലാന്. ലാസ്റ്റ് 5 മണിയൊക്കെ ആയപ്പോഴാ തുടങ്ങിയത്. എണീക്കാൻ പറ്റണ്ടേ? സാരിയാണ് അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. എന്റെ ഗ്രാജുവേഷൻ പ്രോജക്റ്റിന് മാനിക്കിന് സാരി ഡ്രേപ്പ് ചെയ്ത് കൊടുത്തത് ഇവളാട്ടോ. എന്ത് വൃത്തിയായിരുന്നു അറിയോ? എത്ര കോംപ്ലിമെന്റ്സ് ആണ് അറിയോ കിട്ടിയത്. ഇപ്പൊ ഉള്ള പണിയെല്ലാം നിർത്തി വല്ല ഡ്രേപ്പിസ്റ്റ് ആയിട്ട് പോയാലോ എന്ന് ഇടക്ക് പറയും. നേരം കുറച്ച് വെളുത്തു വരുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് അവിടെ എത്താൻ പറ്റി. ഭാഗ്യം. ഞാൻ പൂവെല്ലാം മേടിച്ച് ക്യൂല് നിൽക്കുമ്പോ ചൂടാന്ന് വിചാരിച്ച്. അത്യാവശ്യം നല്ല വലിയ ക്യൂ ആയിരുന്നു. 2 മണിക്കൂറായിട്ട് നമുക്ക് വരിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തൊഴുത് വന്നതിന് ശേഷം ഫോണ് പോയി ലോക്കറിൽ നിന്ന് എടുത്ത് പിന്നെ കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. എനിക്ക് അമ്മമ്മേന്റെ പേരിൽ എന്തേലും കഴിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ഒരു പാൽപ്പായസം കഴിപ്പിച്ചു. അതിപ്പോഴൊന്നും കൊടുക്കാൻ തുടങ്ങൂല എന്ന് കണ്ടപ്പോ നമ്മൾ വിചാരിച്ച് റൂമിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നും മിസ്സാക്കരുതല്ലോ. ഇത് ഫിൽഡാണ്, ഇത് ഫിൽഡ് അല്ല. ഇനി നമ്മൾ പിന്നെയും ക്യൂല് നിൽക്കണം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം 10 മണി വരാന്നാ നമ്മളോട് പറഞ്ഞ. സോ നമ്മള് വെച്ചോടി. ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ അപ്പം, ഇഡ്ഡലി, സാമ്പാർ, പിന്നെ കടലക്കറി, ചട്നി ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ ബ്രെഡ്, ജാം, വാട്ടർമെലൻ ആൻഡ് ചായ ഓൾസോ ഉണ്ടായിരുന്നു. ഞാൻ വെള്ളയപ്പവും കടലക്കറിയും പിന്നെ ബ്രെഡും ജാമും പിന്നെ വാട്ടർമെലണും ആണ് എടുത്തത്. മേലെ പൂളുണ്ട്. ഇറങ്ങിയിട്ടില്ലേലും വെറുതെ ഒന്ന് പോയി നോക്കണം എന്നുണ്ട് അവിടെ. കിട്ടി വീഡിയോയില് കിട്ടി. ബൈ ബൈ ബൈ. പായസം വാങ്ങിക്കാനുള്ള പ്രിപ്പറേഷനോ? നീയാണോ ഉണ്ടാക്കുന്നത്? മൈൻഡില് ഞാൻ മെന്റലി വേഗക്ക് പാൽപ്പായസം കൊടുക്കാണ്ടൊരു ബുദ്ധി. എന്തിനാ കരയുന്നേ? രസമുണ്ട്. എനിക്ക് അവിടുത്തെ കൂൾ കോഫി ട്രൈ ചെയ്യണമെന്ന് നല്ലോണം ഉണ്ടായിരുന്നു. ബട്ട് ഞാനും അവളും അത് ടോട്ടലി മറന്നുപോയി. അതെവിടെയും കാണുകയും ചെയ്തില്ല. ആൻഡ് പോരാൻ നേരത്ത് കുറച്ച് ഹറിബറി ആയിരുന്നു. ഇത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഞാൻ തൃശ്ശൂര്. സോ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ വിചാരിച്ച് തൃശ്ശൂർ റൗണ്ട് കാണാൻ പോവാന്ന് പ്ലാൻ ആക്കി. അതിന്റെ അടുക്ക് നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടി. സോ തീരെ ടൈം ഇല്ലെന്ന് ജസ്റ്റ് വടക്കുന്നാഥന്റെ മുമ്പ് നിന്ന് ഫോട്ടോ എടുത്ത് മാക്സിമം 5 മിനിറ്റ് മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇനി എപ്പോഴേലും വരാലോ. ഞാൻ ട്രെയിനിലും അവള് ബസ്സിലാണ് കേട്ടോ തിരിച്ചു പോണത്. അവള് കരൂർക്കാ പോണത്. പോവാൻ നേരത്ത് എന്റെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ട്രെയിനിനും ടൈമായി. ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോണേന്റെ വിഷമം എല്ലാം കൂടി ആയിട്ട് ഒരു പ്രോപ്പർ ബായ് പോലും പറയാൻ പറ്റിയില്ല. ബട്ട് ഐ നോ എന്തുണ്ടായാലും ഓടിച്ചെല്ലാൻ ഇവളുണ്ടാവുന്ന്. എനിക്ക് വിത്തിൻ സെക്കൻഡ്സ് മെസ്സേജിന് റിപ്ലൈ തരുന്ന ഒരാളില് ഒന്ന് ഇവളാ. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പം നമ്മൾ എവിടെ ആണേലും ഇറ്റ് ഇസ് ഗോൺ ബി ഓക്കെ ഐ ഗെസ്.